പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പറും അവയുടെ എക്സ്പ്ലനേഷനും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു പകുതിയോളം മാർക്ക് മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യന് പെറ്റമ്മതാൻ ഭാഷതാൻ പോരാ പോരാ നാളിൽ നാളിൽ ദൂരം ഓരോ കുട്ടികളുടെ എത്രമാത്രം കഷ്ടപ്പെട്ടാണ് പഠിച്ച് ഒരു ലിസ്റ്റ് വന്ന് അത് പ്രതീക്ഷയോടുകൂടി കാത്തിരിച്ചത് ഇന്നത് തീർന്നു ഇന്ന ദിവസം റിവിഷൻ ഇങ്ങനെ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി പഠിച്ചു. ഇതിന്റെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലെ ജനീവയാണ്. ISOയുടെ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡേർഡൈസേഷന്റെ. നമസ്കാരം, ഞാൻ പ്രദീപ് മുഖത്തല. റാങ്ക് മേക്കിംഗ് സീരീസ് ആയിട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഓരോരുത്തരും ആവശ്യകത നിങ്ങളുടെയാണ്. നല്ല മത്സരമുണ്ട്. മത്സരം മാത്രമല്ല, ഇപ്പോഴത്തെ ട്രെൻഡിങ് അനുസരിച്ച് സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളൊക്കെ വളരെ സിമ്പിൾ ആയിട്ടാണ് ചോദിക്കുന്നത്. പക്ഷേ അത് ശ്രദ്ധിച്ച് കുറെ പ്രാക്ടീസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അബദ്ധം പറ്റും. എന്നും കുറെ ഇരുന്ന് ടോപ്പിക് അനുസരിച്ച് പഠിക്കുന്നു, അല്ലെങ്കിൽ റാങ്ക് ഫയൽ നോക്കി എല്ലാം പഠിക്കുന്നു. വിവരാവകാശം, മനുഷ്യാവകാശം, പട്ടികജാതി അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ഇങ്ങനെയുള്ള എല്ലാം പഠിക്കുന്നു, ശരിയാണ്. പക്ഷെ അത് ഹാളിൽ പോയിട്ട് നിന്ന് 4 ഓപ്ഷൻ കാണുമ്പോൾ 2 എണ്ണം കട്ട് ചെയ്യും. ചിലപ്പോൾ ഒരെണ്ണമായിരിക്കും ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ കിടന്ന് അറിയാതെ കിടക്കുന്നത്. അപ്പൊ അയ്യോ അത് ശരിയാവോ തെറ്റാവോ, ഞാൻ എഴുതണോ വേണ്ടേ, അതിനെന്ത് ചെയ്യണം? പ്രധാനമായിട്ടും പ്രാക്ടീസ് ചെയ്യണം. കുറെ OMRകളും സ്റ്റേറ്റ്മെന്റുകളും കൊച്ചു ക്വസ്റ്റ്യനുകളും ഒക്കെ എഴുതി ശീലിക്കണം. എനിക്ക് അറിയാം എന്ന രീതിയിൽ ഒരിക്കലും നിൽക്കരുത്. കാരണം മെയിനായിട്ട് നിങ്ങൾ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കാര്യം ഈ 2021-ലും 22-ലും 21-ലും ഒക്കെ നടന്ന പരീക്ഷകൾ ഫുള്ള് കവർ ചെയ്യും. പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പറും അവയുടെ എക്സ്പ്ലനേഷനും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു പകുതിയോളം മാർക്ക് അതിൽ നിന്ന് തന്നെ കിട്ടും. ആ ഒരു എല്ലാ ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങളായി 21, 22, 21-ൽ ചോദിച്ചിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളായാലും അല്ലെങ്കിൽ വൺ വേർഡ് ചോദ്യങ്ങളായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ വന്നേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് തന്നെ ആ ഒരു ട്രെൻഡ് അറിയാം, ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ എടുക്കുന്ന ഭാഗം എവിടുന്നാണ്. അതുകൊണ്ട് ആ ഒരു ഭാഗം കവർ ചെയ്യാൻ മാക്സിമം ശ്രമിക്കണേ. ഓരോരുത്തരോടും പറയുകയാണ്, ഒരു അവസരം നഷ്ടപ്പെട്ടാൽ പിന്നെ പോയി. ആ അവസരങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ആവശ്യകതയാണ് എന്ന് ബോധ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? എനിക്കിത് നേടിയേ പറ്റൂ എന്നൊരു മനസ്സുണ്ടാവണം. വളരെ കുറച്ച് നേരമേ നമ്മൾ വേറെ വല്ല ആക്ടിവിറ്റീസിലും ഇറങ്ങിത്തിരിക്കാവും. കാരണം ഇനി കുറച്ച് മാസമല്ലേ ഉള്ളൂ. ആ കുറച്ച് മാസം പൂർണ്ണമായും ഡെഡിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു സേഫ് റാങ്ക് താഴെയാണെങ്കിലും പിന്നെയും ടെൻഷനില്ല. ഇപ്പോൾ ഓരോരുത്തർ കിടക്കുന്നുണ്ടോ, പോലീസുകാരും മറ്റ് ലിസ്റ്റിൽ കിടക്കുന്നവരും ഒക്കെ റാങ്ക് ഇച്ചിരി താഴെ ആയപ്പോഴത്തേക്ക് അവരുടെ വിഷമങ്ങൾ നമ്മൾ കാണുന്നത് എനിക്കിപ്പോൾ അറിയാൻ പറ്റും. ഓരോ കുട്ടികളുടെ എത്രമാത്രം കഷ്ടപ്പെട്ടാണ് പഠിച്ച് ഒരു ലിസ്റ്റിൽ വന്ന് അത് പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നത്. പക്ഷെ പുറം ലോകത്തിന് എല്ലാവർക്കും ഇത് അറിയണമെന്നില്ല. പക്ഷെ അതുകൊണ്ട് പറയാം, ഒരു അധ്യാപകൻ എന്ന നിലയിൽ റാങ്ക് താഴെ അല്ല വരേണ്ട. ഏറ്റവും നല്ലൊരു റാങ്ക് ലിസ്റ്റ്, സേഫ് സോണിലെത്തിയ ഒരു റാങ്ക് വേണം. അതായത് കട്ട് ഓഫിനേക്കാൾ ഒരു 10 മാർക്കെങ്കിലും കൂടുതൽ ഉണ്ടെങ്കിലേ സേഫ് സോണിൽ എത്താൻ പറ്റൂ ഇന്നത്തെ കാലത്ത്. അതുകൊണ്ട് പറയുകയാണ്, ഏറ്റവും നല്ല പരീക്ഷകൾ വരുന്നത് എല്ലാവരും ആഞ്ഞു പഠിക്കുന്നു. പോലീസ്, ഫയർഫോഴ്സ്, പോലീസ്, LD ക്ലർക്ക്, LGS, ഡിഗ്രി ലെവൽ പരീക്ഷകൾ, ഇത് കാണുമ്പോൾ ഒരാൾ ഒന്നിനും മാറ്റി വെക്കുന്നില്ല. പിന്നെ ഇപ്രാവശ്യം നല്ല പഠിക്കുന്നവരുടെ എണ്ണം കൂടുതലാണ്. ഫ്രഷ് കുട്ടികൾ കുറവാണ്, പക്ഷെ പഠിക്കുന്നവർ നല്ലവണ്ണം മെനക്കെടുന്നവർ ഇച്ചിരി കൂടുതലാണ്. കാരണം എനിക്ക് എൻ്റെ വീട്ടിൽ തന്നെ പഠിപ്പിക്കുന്ന കുട്ടികളെ എനിക്കറിയാം. അവരിലേക്ക് എന്ന് പറഞ്ഞാൽ വർഷങ്ങളായി പഠിക്കുന്നവർ ഇപ്പം വീണ്ടും ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. ഇപ്പം അവർക്ക് പെട്ടെന്ന് അവർക്ക് ടോപ്പിക്ക് കൊടുത്താൽ തന്നെ അവർ പെട്ടെന്ന് പഠിച്ചു തീർക്കുന്നുണ്ട്. ആ കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് ആവശ്യകത മനസ്സിലാവും. ഒരു ഏകദേശ രൂപ അവരെ ഐഡിയ ഉണ്ട് എന്ന് വെച്ച് ജൂനിയർകാരെ ഞാൻ ഇത് പറഞ്ഞല്ല, ജൂനിയർകാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ തെറ്റാൻ സാധ്യത. നിങ്ങൾ വിചാരിക്കുന്ന സിലബസ് എടുക്കുന്നു, ടോപ്പിക്ക് വായിച്ചു പോകുന്നു, അതെല്ലാം കവർ ചെയ്യുന്നു, ഒരിക്കലും അതല്ല. നിങ്ങൾ ചെയ്യേണ്ട നല്ല സ്കൂൾ ടെസ്റ്റ് പഠിക്കണം, ടോപ്പിക്ക് പഠിക്കണം, 2 പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ച് മോക്ക് ടെസ്റ്റ് ചെയ്ത് ശീലിക്കണം. എന്നും പരീക്ഷയെന്നുള്ള ലോകം, അങ്ങനെയുള്ള കൂട്ടുകാരുമായിട്ട് അടുക്കണം. രാവിലെ ആയാലും വൈകുന്നേരം ആയാലും വാട്സപ്പിൽ ചാറ്റ് ചെയ്യുന്ന കാര്യങ്ങളായാലും കറണ്ട് അഫേഴ്സിന്റെ കാര്യങ്ങളായാലും അന്നേന്നുള്ള കറണ്ട് അഫേഴ്സും പഠിക്കണം. കഴിഞ്ഞ വർഷത്തെ കറണ്ട് അഫേഴ്സുകളും ഇപ്പോഴേ നോക്കി പഠിക്കണം. അത് തിരിഞ്ഞു പോലെ കറണ്ട് അഫേഴ്സിൽ തന്നെ പ്രമേയങ്ങൾ അല്ലെങ്കിൽ ആരെങ്കിലും മരണങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള സെപ്പറേറ്റ് പഠിക്കണം. അതുപോലെ വേദികൾ അല്ലെങ്കിൽ അവാർഡുകൾ, നോബൽ സമ്മാനങ്ങൾ, അതൊക്കെ സെപ്പറേറ്റ് ചെയർമാൻമാരുടെ അതെല്ലാം ഉറപ്പിക്കണം. കേരളത്തിലെ മന്ത്രിമാർ, ഇന്ത്യയിലെ മന്ത്രിമാർ, ഇതെല്ലാം ഇപ്പോഴേ പഠിച്ചൊതുക്കണം. ചിലവരുടെ വിചാരമുണ്ട് സമയത്താവട്ടെ അപ്പോഴത്തേക്ക് ഞാൻ അതൊക്കെ ഒന്ന് റിവിഷൻ നടത്താം എന്നൊരു രീതിയുണ്ട്. അവരോടൊക്കെ എനിക്ക് എടുത്ത് പറയാനുള്ളത്, ആയിക്കോ, അന്ന് റിവിഷൻ അല്ലേ, ഇപ്പം നിങ്ങൾ പെർഫെക്റ്റ് ആക്കാനുള്ള കൂടുതൽ വായിച്ച് മനസ്സിലാക്കും. നമ്മൾ ആഗ്രഹിച്ചതല്ലേ, നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നേടിയെടുക്കുന്ന പാതയിൽ ഒരു ഇച്ചിരി തടസ്സങ്ങളൊക്കെ വരും. ആ തടസ്സങ്ങൾ നിങ്ങൾ മാറ്റിയെടുത്തേ പറ്റൂ. നമ്മുടെ മുമ്പിലേക്ക് ചിലപ്പോൾ എനിക്ക് കണക്ക് ഒട്ടും അറിഞ്ഞുകൂടാ, എനിക്ക് കണക്ക് ചെയ്തിട്ട് കിട്ടുന്നില്ല, ചിലപ്പോൾ സാറ് പഠിപ്പിക്കുന്ന സമയത്ത് കണക്കറിയാം, ഹാളിൽ കിട്ടുന്നില്ല. അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ച് പഠിക്കാതിരിക്കാതെ ചിന്തിക്കേണ്ട. നിങ്ങൾ പഠിച്ചിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ചെയ്ത് അതിൽ തന്നെ എക്സ്പ്ലനേഷൻ കാണും. അവർ ഇങ്ങനെയൊക്കെ വന്നല്ലോ, അങ്ങനെ കുറേ ഒരു 10-100 എണ്ണം മാത്സുകൾ തന്നെ വ്യത്യസ്ത കണക്ക് ചെയ്യുമ്പോൾ ഒരു ഐഡിയയിലേക്ക് വരും കേട്ടോ. അല്ലാതെ നമ്മൾ ഇറങ്ങാത്തത് കൊണ്ടാണ്,
മെന്റൽ എബിലിറ്റിയിലോട്ടൊന്നും ഇറങ്ങാത്തത് കൊണ്ടാണ് കണക്കിന് ഇത്ര മാർക്ക് പോകുന്നത്. മലയാളവും ഇപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, LD ക്ലർക്കിനായാലും മറ്റു പരീക്ഷകൾക്കായാലും മലയാളവും ശ്രദ്ധിക്കണം. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത അപ്പുറമുള്ള ഒരു എതിർലിംഗം ആയിരിക്കും ചോദിക്കുന്നത്. പിരിച്ചെഴുതുക അല്ലെങ്കിൽ തെറ്റ് തിരുത്തുക. നമ്മൾ എന്നും കാണുന്നത് മാത്രം പഠിച്ച് സാറുമാർ തരുന്ന നോട്ടും അല്ല. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? പല ചോദ്യപേപ്പർ കാണുക, പുതിയതായിട്ട് കിട്ടുന്നതെല്ലാം എഴുതിയെടുത്ത് ഒരു ദിവസത്തിൽ ഇത്ര സമയം ഇതിനായിട്ട് മാറ്റിവെക്കുക. അപ്പം വളരെ സിമ്പിൾ ആയിട്ട് മാറും. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ 1ാം റാങ്ക് കിട്ടിയവരുടെയൊക്കെ അഭിമുഖങ്ങൾ കണ്ടില്ലേ? അവര് ഇതിനായിട്ട് ഓരോ ദിവസം ഇത്ര നേരം മാറ്റി വെക്കുന്നുണ്ട്. എത്ര അധികം പഠിക്കാനുണ്ട്. ചിലർ ആയിരിക്കും കോച്ചിങ് സെന്റർ ഇത്രയും നാളത്തേക്ക് പഠിക്കാൻ തന്നിട്ടുണ്ട്, ഇതെല്ലാം പഠിക്കണം, മാർക്ക് കുറഞ്ഞ അവിടെ വഴക്ക് കിട്ടും. ആയിക്കോട്ടെ, ആ ഒരു രീതി. പക്ഷേ നിങ്ങൾ നോക്കേണ്ടത് നിങ്ങൾക്ക് എന്ത് മാറ്റം ഉണ്ടാവുന്നു. നിങ്ങൾക്കത് മാത്രമല്ല എന്ന് നിങ്ങളുടേതായ 1 മണിക്കൂർ ഒരു ദിവസത്തിൽ മാറ്റണം. അല്ലാതെ ഇന്നടത്ത് മാത്രം പഠിച്ചാൽ മതി, അല്ലെങ്കിൽ ആപ്പിലെ മാത്രം കറക്റ്റ് ഓർഡറിൽ പഠിച്ചാൽ മതി എന്ന് പറയുന്നത് ശരി തന്നെയാണ്. ഇല്ല, പക്ഷേ നമ്മൾ ജോലിയിലേക്ക് എടുക്കേണ്ടതും ഏറ്റവും നല്ല റാങ്ക് ലിസ്റ്റ് വരേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വം. നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്തു തീർക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വം. ഓക്കെ, പഠിച്ചു വരണേ, കിട്ടണേ. ഈ പ്രാവശ്യം നല്ല രീതിയിൽ ജോലി കിട്ടി ആഗ്രഹിച്ച് അടുത്ത പ്രാവശ്യം ഇങ്ങനെ മെനക്കെട്ട് കുത്തിയിരിക്കരുത്. നല്ല റാങ്ക് കിട്ടി സേഫ് സോണിലെത്തി എത്രയും പെട്ടെന്ന് പോയിക്കോണം കേട്ടോ. ഓക്കെ, കിട്ടുമെന്ന് ധൈര്യമായിട്ട് ആത്മാർത്ഥമായിട്ട് സമീപിക്കുന്നവർക്ക് കിട്ടാതെ പിന്നെ എവിടെ പോകാനാ? ഉടായ്പ് നടത്താതെ വല്ലപ്പോഴും വൈകുന്നേരം ഇച്ചിരി നോക്കുക, രാത്രി ഏതാണ്ടൊക്കെ നോക്കുക, അങ്ങനെ നോക്കരുത്. പിന്നെ ജോലിക്ക് പോകുന്നവർ കിട്ടിയ സമയം ഫലവത്താക്കുക. അത് ദൈവം കാണും. ധൈര്യമായിട്ടിരിക്കെ. ജോലിക്ക് പോകുന്നവർ ഭയങ്കര വിഷമത്തിലായിരിക്കും, സാറ് ഇപ്പൊ എല്ലാ സമയം. അതല്ല, അത് നിങ്ങളുടെ ബുദ്ധിമുട്ട് കൊണ്ട് ജോലിക്ക് പോയല്ലേ. ബാക്കിയുള്ള സമയം ചെലവഴിച്ചാൽ മതി. അത് 1 മണിക്കൂർ 2 മണിക്കൂർ 3 മണിക്കൂർ ആക്കി മാക്സിമം ചെലവഴിക്കുക. കിട്ടുമെന്ന് ധൈര്യമായിട്ടിരിക്കെ. മനസ്സിൽ നെഗറ്റീവ് ചിന്താഗതികൾ ഇല്ലാതെ പഠിച്ചു പോയിക്കൊണ്ടേയിരിക്കുക. പരീക്ഷയുടെ തലേ ദിവസം വരെ നിങ്ങൾ അങ്ങ് പഠിക്കുക. നിങ്ങൾ പഠിക്കേണ്ടത് കറക്റ്റ് ആയിരിക്കണം. ഓക്കെ, ചുമ്മാ ഏതാണ്ടൊക്കെ എടുത്ത് വെച്ചങ്ങ് പഠിക്കുക എന്നല്ല ചെയ്യേണ്ടത്. പഠിച്ചത് ഇന്നത് തീർന്നു, ഇന്ന ദിവസം റിവിഷൻ, ഇങ്ങനെ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി പഠിച്ചു നോക്ക്. അപ്പോഴത്തേക്ക് എല്ലാം കവർ ചെയ്യാനും പറ്റും, റിവിഷനും ആവും കേട്ടോ. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും മോക്ക് ടെസ്റ്റും ഒക്കെ ചെയ്യണേ. ശരി, നമുക്ക് ഇന്നത്തെ റാങ്ക് മേക്കിംഗ് സീരീസ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് സ്ഥാപിച്ചത് ആര്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് സ്ഥാപിച്ചത്. ഇന്ത്യൻ അക്കാദമി ഓഫ് സയൻസും ഉണ്ട്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസും ഉണ്ട്. രണ്ടും ബാംഗ്ലൂരാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസും ഇത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എന്നാണ് പറയുന്നത്. ഇത് സ്ഥിതി ചെയ്യുന്നത് ബാംഗ്ലൂരിൽ 1909 കാലഘട്ടത്തിൽ ജംഷഡ്ജി ടാറ്റയാണ് പ്രധാനമായിട്ട് സ്ഥാപിച്ചത്. കൃഷ്ണരാജ വാദ്യാറും കൂടെ ഉണ്ടായിരുന്നു. എന്നാലും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് സ്ഥാപിച്ചത് ആര് എന്ന് പൊതുവേ ഒരു ഓപ്ഷനേ ഉള്ളെങ്കിൽ ഇത് എഴുതിയാൽ മതി. രണ്ടുപേരും കൂടെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് അങ്ങനെ വന്നാലോ. ആസ്ഥാനം ബാംഗ്ലൂരാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിന്റെ ആസ്ഥാനം എവിടെ? ബാംഗ്ലൂര്. ഇന്ത്യൻ അക്കാദമി ഓഫ് സയൻസിന്റെ ആസ്ഥാനം എവിടെയാ? ബാംഗ്ലൂര്. അതാരാ സ്ഥാപിച്ചത്? അത് CV രാമനാണ് കേട്ടോ. ഇന്ത്യൻ അക്കാദമി ഓഫ് സയൻസ് സ്ഥാപിച്ചത് ആരെന്ന് ചോദിച്ചാൽ CV രാമൻ. അപ്പൊ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് സ്ഥാപിച്ചത് ആരാടെ? ജംഷഡ്ജി ടാറ്റ. ആസ്ഥാനം എവിടെ? ബാംഗ്ലൂര്. ബാംഗ്ലൂരിലല്ലേ ISROയുടെ ആസ്ഥാനം? ISRO ബാംഗ്ലൂരല്ലേ ആണ്. എന്നാ ISRO വന്നത്? 1969 ഓഗസ്റ്റ് 15. ഓഗസ്റ്റ് 15നാണ് ISRO വന്നത്. ഓഗസ്റ്റ് 15 ഏത് ദിനമാണ്? ഓഗസ്റ്റ് 15 നമുക്കറിയാം. 1969 ഓഗസ്റ്റ് 15 അന്തരീഷ് ഭവൻ. ISROയുടെ ആസ്ഥാനത്തിന് പറയുന്ന പേരെന്താണ്? അന്തരീഷ് ഭവൻ. ISROയുടെ ആദ്യ ചെയർമാൻ ആരാ? വിക്രം സാരാഭായ്. ആദ്യ ചെയർമാൻ വിക്രം സാരാഭായ്. ആദ്യ മലയാളി ചെയർമാൻ ആരാ? MGK മേനോൻ അല്ലെ. MGK മേനോനാണ് മലയാളി ചെയർമാൻ. ഏറ്റവും കൂടുതൽ കാലം ഇരുന്നത് സതീഷ് ധവാനാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ കാലം ചെയർമാൻ ആയിരുന്നത് ആരാ? ISROയില് സതീഷ് ധവാനാണ്. ഇപ്പൊ ആരാ ISROയില്? S സോമനാഥ് അല്ലെ. ആലപ്പുഴക്കാരനായ S സോമനാഥാണ്. ചന്ദ്രയാൻ 3 സമയത്ത് ആര് എന്നൊക്കെ ചോദിച്ചിട്ടില്ലേ? S സോമനാഥാണ്. ചന്ദ്രയാൻ 2 സമയത്ത് ആരാ? K ശിവനാണ് ചന്ദ്രയാൻ 2 സമയത്ത്. ചന്ദ്രയാൻ 1 സമയത്ത് G മാധവൻ നായരാണ് കേട്ടോ. G മാധവൻ നായർ ചന്ദ്രയാൻ 1, ചന്ദ്രയാൻ 2 സമയത്ത് K ശിവൻ, ചന്ദ്രയാൻ 3 സമയത്ത് ആരാ? S സോമനാഥ് ആയിരുന്നു. ഏത് ജില്ലക്കാരനാണ്? ആലപ്പുഴ. ആലപ്പുഴയിലാണ് നമ്മുടെ ടെസ്സി തോമസ്. ഓർമ്മ ഉണ്ട്? ടെസ്സി തോമസ് ആരാ? ഇന്ത്യയുടെ മിസൈൽ വുമൺ ആണ് ടെസ്സി തോമസ്. അതും ആലപ്പുഴക്കാരിയാണ്. ഇന്ത്യയുടെ മിസൈൽ മാൻ ആരാ? APJ അബ്ദുൽ കലാം. ഇന്ത്യയുടെ മിസൈൽ മാൻ APJ അബ്ദുൽ കലാം. ഇന്ത്യയുടെ മിസൈൽ വുമൺ ചോദിച്ചാൽ ടെസ്സി തോമസ്. ഇന്ത്യയുടെ റോക്കറ്റ് മാൻ ആരാണ്? ഇന്ത്യയുടെ റോക്കറ്റ് മാൻ അത് K ശിവനാ. റോക്കറ്റ് മാൻ ആരാ? K ശിവനാണ്. റോക്കറ്റ് വുമൺ ആരെന്ന് ചോദിക്കുമ്പോഴാണ് നിങ്ങൾ പറയേണ്ടത് ഋതു കരിദർ അല്ലെ. ഋതു കരിദർ. ഇന്ത്യയുടെ റോക്കറ്റ് വുമൺ ആരാണ്? ഋതു കരിദർ ആണ്. ഓക്കെ, നമുക്ക് തിരിച്ചു വരാം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് സ്ഥാപിച്ചത് ആരാണ്? ജംഷഡ്ജി ടാറ്റ 1909. ഓക്കെ, ഇന്ത്യൻ വ്യവസായത്തിന്റെ JRD ടാറ്റ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെ
അതുപോലെ ഓർത്തു വെക്കുക. ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ മിശ്രണം എന്ന് പറയുന്ന കലാരൂപം ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട്. കഥക്. ഉത്തരേന്ത്യയിൽ ഏറ്റവും പ്രചാരത്തിലുള്ള ഒരു നൃത്തരൂപമാണ് കഥക്. ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ മിശ്രണം എന്നാണ് കഥക് അറിയപ്പെടുന്നത് കേട്ടോ. ഉത്തർപ്രദേശ്, ഉത്തരേന്ത്യ എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് കഥക്കിന് നമുക്ക് പറയാം. പ്രധാനമായിട്ട് കഥക് എന്ന് പറയുന്നത് പ്രധാന കഥക് നർത്തകരെ എന്ന് പറഞ്ഞു. ശംഭു മഹാരാജാവ്, ബിർജ് മഹാരാജ്, കുമുദിൽന ലഖിയ തുടങ്ങിയവരൊക്കെ പ്രധാനപ്പെട്ട കഥക് നർത്തകരാണ് കേട്ടോ. ശംഭു മഹാരാജ്, ബിർജ് മഹാരാജ്, കുമുദിൽന ലഖിയ ഇതൊക്കെ ആരാണ്? പ്രധാന കഥക് നർത്തകരാണ്. അടുത്ത ഓക്കെ. 300 മീറ്ററിലധികം ഉയരമുള്ള പ്രദേശത്തെ വിളിക്കുന്ന 300, അതുകൊണ്ടാണ് അവിടെ എടുത്തെഴുതിയേക്കുന്നത്. 300 മീറ്റർ താഴെ വന്ന കുന്നെന്നും 300 മീറ്ററിൽ അധികം ഉയരമുള്ള പ്രദേശങ്ങളെ വിളിച്ചാൽ അതിനെ പർവ്വതം എന്നാണ് വിളിക്കുന്നത്. ചിലർ എന്താ കുന്ന് എന്താ പർവ്വതം എന്ന് എപ്പോഴും കൺഫ്യൂഷൻ വരത്തില്ലേ? 300 മീറ്ററിൽ അധികം ഉയരമുള്ള പ്രദേശത്തെ വിശേഷിപ്പിക്കുന്നതാണ് പർവ്വതം. 300 മീറ്റർ താഴെ വരുന്നത് ഏതാണ്? കുന്നാണ്. പർവ്വതങ്ങളെ കുറിച്ചുള്ള പഠനം ഏതാ? ഓറോളജി. തെറ്റിപ്പോരുത്. പർവ്വതങ്ങളെ കുറിച്ചുള്ള പഠനം ഏതാണ്? ഓറോളജി. പർവ്വത രൂപീകരണ പ്രക്രിയ ഓറോജനി എന്ന് വിളിക്കാം കേട്ടോ. പർവ്വത രൂപീകരണ പ്രക്രിയ ഓറോജനി എന്ന് വിളിക്കാം. പർവ്വത ദിനം എന്ന ഡിസംബർ 11. ഡിസംബർ 11 ആണ് പർവ്വത ദിനം അല്ലെ. ഡിസംബർ 10 ഏത് ദിനം? ഡിസംബർ 10 മനുഷ്യാവകാശ ദിനം, നോബൽ പ്രൈസ് ദിനം, ഇതൊക്കെ ഡിസംബർ 10. മനുഷ്യാവകാശ ദിനവും നോബൽ പ്രൈസ് ദിനവും എന്ന ഡിസംബർ 10. പ്രധാന മടക്ക് പർവ്വതങ്ങൾ ഏതൊക്കെ? പ്രധാന മടക്ക് ഹിമാലയ പർവ്വതം, റോക്കീസ്, ആൻഡീസ്, ആൽസ്, ഇതൊക്കെ പ്രധാന മടക്ക് പർവ്വതങ്ങളായിട്ട് പറയാം. പ്രധാന ഖണ്ഡപർവ്വതം വിന്ധ്യ സത്പുര പർവ്വതനിര പ്രധാന ഖണ്ഡപർവ്വതമാണ്. പ്രധാന അവശിഷ്ട പർവ്വതം പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം ഒക്കെ അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉദാഹരണമായിട്ട് നമുക്ക് പറയാം. പിന്നെ നമുക്ക് ആരവല്ലി പറയാം. ചിലപ്പോൾ ആരവല്ലി മടക്ക് പർവ്വതത്തിലും വരുന്നുണ്ട്. അതുകൊണ്ടാണ് അത് കറക്റ്റ് ആയിട്ട് പറയാതെ ആരവല്ലി മടക്ക് പർവ്വതമാണ്, പഴയത് ആരവല്ലി അവശിഷ്ട പർവ്വതമാണെന്നും പറയുന്നുണ്ട്. അപ്പൊ ഇത് ചോദിക്കഴിഞ്ഞാൽ ഒരു പരീക്ഷയ്ക്ക് പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും ചോദിച്ചു. അത് അവശിഷ്ട പർവ്വതം. ഖണ്ഡപർവ്വതത്തിന് ഉദാഹരണം കണ്ടോ? വിന്ധ്യ സത്പുര. മടക്ക് പർവ്വതങ്ങൾ നമ്മുടെ ഹിമാലയം, റോക്കീസ്, ആൻഡീസ്, ആൽസ് പർവ്വതനിരകളൊക്കെ ഏതാണ്? മടക്ക് പർവ്വതം. അപ്പൊ പർവ്വത ദിനം എന്ന ഡിസംബർ 11. പർവ്വതങ്ങളെ കുറിച്ചുള്ള പഠനം ഏതാണ്? പർവ്വതങ്ങളെ കുറിച്ചുള്ള പഠനം ഓറോളജി. ഓറോജനിയാണ് പർവ്വത രൂപീകരണ പ്രക്രിയ. 300 മീറ്ററിൽ ഉയരമുള്ളതാണ് പർവ്വതം എന്ന് വിളിക്കുന്നത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. വന്ദേ ഭാരത് എക്സ്പ്രസ് ഉദ്ഘാടനം ചെയ്തത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഉദ്ഘാടനം ചെയ്തത് എന്നാണ്? 2019 ഫെബ്രുവരി 15 ഉദ്ഘാടനം ചെയ്തത്. വന്ദേ ഭാരത് എക്സ്പ്രസ് ഉദ്ഘാടനം നരേന്ദ്രമോദി സർക്കാർ അല്ലായിരുന്നോ? 2019 ഫെബ്രുവരിയിലാണ്. വന്ദേ ഭാരതിന്റെ പിതാവ് സുധാൻഷു മണി എന്ന് വിളിക്കുന്ന സുധാൻഷു മണി എന്നും പറയാം, സുധാൻഷു മണി എന്നും പറയാം കേട്ടോ. വന്ദേ ഭാരതിന്റെ ആദ്യകാല നാമം എന്തായിരുന്നു? ട്രെയിൻ 18 എന്നതായിരുന്നു. വന്ദേ ഭാരതിന്റെ ആദ്യകാല നാമം ചോദിച്ചാൽ ട്രെയിൻ 18 എന്ന് പറയുന്നത്. ആദ്യത്തെ റൂട്ട് രണ്ടിടത്തായിരുന്നു. ന്യൂഡൽഹി മുതൽ കാൺപൂർ വരെയും അലഹബാദ് മുതൽ വാരണാസി വരെയുമായിരുന്നു വന്ദേ ഭാരതത്തിന്റെ ആദ്യ റൂട്ട്. ന്യൂഡൽഹി മുതൽ കാൺപൂർ വരെയും അലഹബാദ് മുതൽ വാരണാസി വരെ. ദക്ഷിണേന്ത്യയിൽ ആദ്യ വന്ദേ ഭാരത് വന്നത് ചെന്നൈ മുതൽ മൈസൂർ വരെയാണ്. ദക്ഷിണേന്ത്യയിൽ ആദ്യത്തെ വന്ദേ ഭാരത് ഓടിയത് എവിടെയാ? ചെന്നൈ മുതൽ മൈസൂർ വരെ. വന്ദേ ഭാരതിന്റെ എക്സ്പ്രസിന്റെ ലോഗോ എന്താണ്? ഓടുന്ന ചീറ്റ. ഇപ്പോഴാണ് അത് വന്നത്, പുതുതാണ്. വന്ദേ ഭാരതിന്റെ എക്സ്പ്രസിന്റെ ലോഗോ എന്താ? ഓടുന്ന ചീറ്റ. കേരളത്തിൽ വന്ദേ ഭാരത് എന്ന 2023 ഏപ്രിൽ 25 അല്ലെ. 2023 ഏപ്രിൽ 25. നമുക്ക് ഏപ്രിൽ 25 വേറെ ഉണ്ടല്ലോ. 2023 ഏപ്രിൽ വാട്ടർ മെട്രോ. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വാട്ടർ മെട്രോ കൊച്ചിയിൽ വന്നില്ലയോടെ? കൊച്ചിയിൽ വന്നില്ലായിരുന്നോ? അത് ഈ ഡേറ്റ് തന്നെയാണ്. അപ്പൊ ഇന്ത്യയിൽ വന്ദേ ഭാരത് വന്നത് 2023 ഏപ്രിൽ 25. വാട്ടർ മെട്രോ ഉദ്ഘാടനം ചെയ്തതും 2023 ഏപ്രിൽ 25. ഓർത്ത് വെച്ചിരിക്കണേ. നല്ലൊരു ക്വസ്റ്റ്യൻ. മേക്ക് ഇൻ ഇന്ത്യയുടെ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ചെന്നൈയിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിലാണ് ഈ ട്രെയിൻ 18 നിർമ്മിച്ചത്. അപ്പൊ ഇന്ത്യയുടെ മേക്കിംഗ് ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. മേക്കിംഗ് ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി ചെന്നൈയിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ എന്ത് വന്നു? ട്രെയിൻ 18 വന്നു. അടുത്ത നല്ലൊരു വാചകം കണ്ടോ? ഈശ്വരനല്ല ഞാൻ, മാന്ത്രികനല്ല ഞാൻ, പച്ചമണ്ണിൻ മനുഷ്യത്വമാണ് ഞാൻ എന്ന് പറയുന്നത്. നല്ല രീതി എഴുതണമായിരുന്നു. ഇത് സ്പെല്ലിംഗ് പോലെ പച്ചമണ്ണിൻ മനുഷ്യത്വമാണ് ഞാൻ എന്ന് വരി ആരുടെയാണ്? വയലാറിന്റെ അശ്വമേധത്തിലാണ്. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന LD പോലീസിനൊക്കെ എല്ലാത്തിലും ചോദിക്കാത്തത്. ഈശ്വരനല്ല ഞാൻ, മാന്ത്രികനല്ല ഞാൻ, പച്ചമണ്ണിൻ മനുഷ്യത്വമാണു ഞാൻ. ആരുടെ വരിയാണ്? വയലാറിന്റെ അശ്വമേധം. ഇതിന്റെ ആദ്യത്തെ വരി ഏതാണെന്നറിയാമോ? ഈ അശ്വമേധത്തിലെ ആദ്യത്തെ വരി, ഇത് ഇടയ്ക്കലത്തെ ഒരു വരിയാണ്. ആദ്യത്തെ വരി നമ്മളിങ്ങനെ എന്താ പറയുന്ന
ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ, ആരൊരാളൻ മാർഗം മുടക്കുവാൻ എന്ന് പറയുന്ന ഒരു പ്രശസ്ത വരിയുണ്ടല്ലോ. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങളുടെയൊക്കെ ക്ലാസ്സിൽ പെൺകുട്ടികളൊക്കെ ഇത് നമ്മുടെ പദ്യപാരായണം ഉണ്ടല്ലേ, കവിതാ പാരായണമായിട്ട് പെൺകുട്ടികളോ ആൺകുട്ടികളോ ഒക്കെ അന്നൊക്കെ നമ്മൾ ചിന്തിച്ചില്ല. അപ്പൊ PSCക്ക് പഠിക്കുമ്പോഴാണ് ഇതിനെക്കുറിച്ച് അറിയുന്നത് അല്ലേ. ഓർത്തു വെച്ചിരിക്കുക. ഓക്കെ, ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ, ആരൊരാളൻ മാർഗം മുടക്കുവാൻ എന്ന് തുടങ്ങുന്ന വരിയാരുടെ വയലാറിന്റെ അശ്വമേധത്തിലെയാണ് അല്ലെ. ഈശ്വരനല്ല ഞാൻ, മാന്ത്രികനല്ല ഞാൻ, പച്ചമണ്ണിൻ മനുഷ്യത്വമാണ് ഞാൻ, അതും വയലാറിന്റെയാണ്. ഓക്കെ, ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ, ആരൊരാളൻ മാർഗം മുടക്കുവാൻ, അച്ഛൻ ഉറങ്ങി കിടക്കുന്നു നിശ്ചലം എന്ന് തുടങ്ങുന്ന പ്രശസ്തമായ വരിയും വയലാറിന്റെ ആത്മാവിൽ ഒരു ചിതയാണ് കേട്ടോ. അച്ഛൻ ഉറങ്ങി വയലാറിന്റെ പ്രധാനപ്പെട്ട വിലാപ കവിത ഏതെന്ന് ചോദിച്ചാൽ ആത്മാവിൽ ഒരു ചിതയാണ് പറയേണ്ടത് കേട്ടോ. അച്ഛൻ ഉറങ്ങി കിടക്കുന്നു നിശ്ചലം എന്ന് തുടങ്ങുന്ന വരിയാടെ വയലാറിന്റെ ആത്മാവിൽ ഒരു ചിതയാണ്. വാഗുരുവി വരുകുരുവി എന്ന് തുടങ്ങുന്ന വരി ആരുടെയാണ്? വാഗുരുവി വരുകുരുവി എന്ന് തുടങ്ങുന്ന വരി അത് നമ്മുടെ G ശങ്കരക്കുറുപ്പിന്റെയാണ് അല്ലെ. G ശങ്കരക്കുറുപ്പിന്റെയാണ്. വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം ആരുടെ വരിയാണ്? വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെയാണ് അല്ലെ. അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അതുപോലെ നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന് എന്ന വരി ആരുടെ? നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന് ആരുടെ വരിയാണ്? അത് നമ്മുടെ കടമ്മനിട്ടയുടെ വരിയാണ്. കടമ്മനിട്ടയുടെ വരിയാണ് നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന് ആരുടെ വരിയാണ്? കടമ്മനിട്ടയുടെ വരിയാണ്. അതുപോലെ മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യന് പെറ്റമ്മതൻ ഭാഷതൻ ആരുടെ വരിയാ? അത് നമ്മുടെ വള്ളത്തോളിന്റെ വരിയല്ലേ. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യന് പെറ്റമ്മതൻ ഭാഷതൻ. വള്ളത്തോളിന് വേറൊരു പ്രശസ്തമുണ്ട്. ഭാരതം എന്ന പേരു കേട്ടാൽ അഭിമാന ഭൂരിതമാകണം അന്തരംഗം എന്ന് തുടങ്ങുന്ന വരി അല്ലെ. ഭാരതം എന്ന പേരു കേട്ടാൽ അഭിമാന ഭൂരിതമാകണം അന്തരംഗം ആരുടെ വരിയാ? വള്ളത്തോളിന്റെ. പിന്നെ ഉണ്ടല്ലോ വള്ളത്തോളിന്റെ പോരാ പോരാ നാളിൽ നാളിൽ ദൂര ദൂരമുയരട്ടെ ഭാരതഷ്മാദേവിയുടെ തൃപ്പാതാകകൾ എന്ന് പറയുന്ന ഒരു ദേശഭക്തി ഗാനം. ഇതൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പം പാടുന്ന. ഇപ്പം PSCക്ക് പഠിച്ചപ്പോഴാ കൂടുതൽ അറിഞ്ഞ് അല്ലെ. പോരാ പോരാ നാളിൽ നാളിൽ ദൂര ദൂരം ഉയരട്ടെ ഭാരതഷ്മാദേവിയുടെ തൃപ്പതാകകൾ. ചെറിയ തെറ്റുകളൊക്കെ കാണുകയും എനിക്ക് വലിയ ടച്ചില്ല, മലയാള സാറിന്റെ അടക്കം പറഞ്ഞു തരാൻ എനിക്കറിയില്ല. എന്നാലും ഇതും വള്ളത്തോളിന്റെ. അപ്പം വള്ളത്തോളിന്റെ ഏതൊക്കെ പഠിച്ചടേ? ഭാരതം എന്ന പേരു കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യന് പെറ്റമ്മതൻ ഭാഷതൻ, പോരാ പോരാ നാളിൽ നാളിൽ ദൂര ദൂരം ഉയരട്ടെ. ഇതൊക്കെ ആരുടെയാ? വള്ളത്തോളിന്റെ. വള്ളത്തോളിന്റെ മഹാകാവ്യം ഏതാണ്? വള്ളത്തോളിന്റെ മഹാകാവ്യം ചിത്രയോഗം. വള്ളത്തോളിന്റെ മഹാകാവ്യം ഏതാണ്? ചിത്രയോഗം. ബന്ധനസ്ഥനായ അനിരുദ്ധൻ, എന്റെ ഗുരുനാഥൻ അല്ലെ, അച്ഛനും ബാപ്പയും, ഇതൊക്കെ വള്ളത്തോളിന്റെ പ്രശസ്ത കൃതികളാണ്. ഓർത്തു വെച്ചിരിക്കണേ. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു വന്നത് വയലാറിന്റെ വിലാപ കവിതയുടെ പേരെന്താണ്? ആത്മാവിൽ ഒരു ചിത. അച്ഛൻ ഉറങ്ങി കിടക്കുന്നു നിശ്ചലം. നല്ലൊരു വരിയാണ്. രണ്ടാമത്തെ എല്ലാവരും നിശബ്ദരായി നിന്നു എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യന്. അതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചിരിക്കണേ. ഈ കപട ലോകത്തിൽ ആത്മാർത്ഥമായ ഒരു ഹൃദയം ഉണ്ടായതാണ് പരാജയം ആരുടെ വരിയ? കപട ലോകത്തിൽ ആത്മാർത്ഥമായ ഒരു ഹൃദയം ഉണ്ടായതാണ് പരാജയം ചങ്ങമ്പുഴയുടെ അല്ലെ. ചങ്ങമ്പുഴയുടെ അതേ ടൈപ്പിൽ കുഞ്ഞുണ്ണി മാഷൊരെണ്ണം എഴുതിയിട്ടുണ്ട്. ഏതാണെന്നറിയാമോ? കപട ലോകത്തിൽ എന്നുടെ കാപഠ്യം സകലരും കാണുന്നതാണൻ പരാജയം. കപടലോകത്തിൽ എന്നുടെ കാപഠ്യം സകലരും കാണുന്നതാണൻ പരാജയം. അതാരുടെയാ? കുഞ്ഞുണ്ണി മാഷിന്റെ വരിയാണ് കേട്ടോ. കുഞ്ഞുണ്ണി മാഷിന്റെ വരിയാണ്. അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കണം. ഒത്തിരി ക്വസ്റ്റ്യനുകൾ ആ ഒരു വരികളുമായി ബന്ധപ്പെട്ടൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാം. നാട്യപ്രധാനം നഗരം ദരിദ്രം നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം ആരുടെയാ? കുറ്റിപ്പുറത്ത് കേശവൻ നായരുടെയാ. നാട്യപ്രധാനം നഗരം ദരിദ്രം നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം ആരുടെയാ? കുറ്റിപ്പുറത്ത് കേശവൻ നായരുടെ. അതുപോലെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ പറ്റിയ ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഏതാണെന്നറിയാമോ? ഈ നമുക്കുലുയരാം നടുകിൽ തിന്നാം നൽകുകിൽ നേടിയിടാം. നമുക്കുലുയരാം നടുകിൽ തിന്നാം നൽകുകിൽ നേടിയിടാം ആരുടെയാ? അത് ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ. ഉള്ളൂരിന്റെ മഹാകാവ്യം ഉമാകേരളമാണ് കേട്ടോ. കാക്കേ കാക്കേ കൂടവിടെ പ്രാവേ പ്രാവേ പോകരുതേ. ഇതൊക്കെ ഉള്ളൂരിന്റെയാ. കാക്കേ കാക്കേ കൂടവിടെ പ്രാവേ പ്രാവേ പോകരുതേ ഒക്കെ ആരുടെയാ? ഉള്ളൂരിന്റെ. ഓർത്തു വെച്ചിരിക്കണേ. ഉള്ളൂരിന്റെ മഹാകാവ്യയുടെ ഉമാകേരളം. ക്ഷേത്രപ്രവേശന വിളംബരം എഴുതിയതാരാ? ഉള്ളൂരിന്റെ സ്മാരകം എവിടെ? ജഗതി. ഉള്ളൂർ ജനിച്ചത് എവിടെ? ചങ്ങനാശ്ശേരിയിൽ.
കുമാരനാശാൻ ജനിച്ചത് എവിടെ? കായിക്കര. കുമാരനാശാൻ സ്മാരകം എവിടെ? തോന്നക്കൽ. കുമാരനാശാൻ സ്മാരകം കായിക്കര. കുമാരനാശാൻ ജനിച്ചത് കായിക്കര. കുമാരനാശാൻ സ്മാരകം എവിടെയാ? തോന്നക്കൽ. കുമാരനാശാൻ മരിച്ചത് എവിടെ? മരിച്ചത് കുമാരകോടി. കുമാരകോടി എന്ന് പറയുന്ന 1924 കുമാരകോടി അല്ലെ, റെഡീമർ ബോട്ടപകടം, പല്ലനയാറ്റിലുണ്ടായ റെഡീമർ ബോട്ടപകടത്തിലാണ് കുമാരനാശാൻ മരിക്കുന്നത്. 24 അവസാന കൃതി കരുണയാണ്. കുമാരനാശാന്റെ അവസാന കൃതി കരുണ. ആദ്യ കൃതി ഏതായിരുന്നു? കുമാരനാശാന്റെ ആദ്യത്തെ കൃതി വീണപൂവാണ്. വീണപൂവ്. അവസാന കൃതി ഏതാണ്? കരുണ. കരുണയിലെ നായകനും നായികയും പറഞ്ഞേ. കരുണയിലെ നായകനും നായികയും വാസവദത്തയും ഉപഗുപ്തനും. വാസവദത്തയും ഉപഗുപ്തനും കരുണയിൽ വരും. ചണ്ടാല വിഷുകയിൽ വരുന്നത് മാതങ്കിയും ആനന്ദനുമാണ് അല്ലെ. മാതങ്കിയും ആനന്ദനും ചണ്ടാല വിഷുകയിൽ വരണം. അതുപോലെ നമുക്ക് നളിനിയിൽ വരുന്നത് നളിനിയും ദിവാകരനുമാണ്. നളിനിയും ദിവാകരനും നളിനിയിൽ വരും. ലീലയിൽ വരുന്നത് ആരാ? ലീലയും മദനനുമാണ്. ലീലയിൽ വരുന്നത്. അതുപോലെ ദുരവസ്ഥയിൽ വരുന്നത് ആരാ? സാവിത്രിയും ചാത്തനുമാണ്. അപ്പൊ ഒന്നുകൂടെ പറഞ്ഞു തരട്ടെ. കരുണയിൽ വരുന്നത് ആരൊക്കെയാണ്? കരുണയിലെ നായകന്മാര് നായകന്മാർ ആരൊക്കെയാ? കരുണയിലാകുമ്പം വാസവദത്ത ഉപഗുപ്തൻ. ചണ്ടാൽ വിഷികയിലാകുമ്പം മാതങ്കി ആനന്ദൻ. നളിനിയിലാകുമ്പം നളിനിയും ദിവാകരനും. ലീലയിലാകുമ്പം ലീലയും മദനനും. പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നല്ലോ, ദുരവസ്ഥയിലാകുമ്പം സാവിത്രിയും ചാത്തനുമാണ് കേട്ടോ. ദുരവസ്ഥ മറന്നു വരുത്. ദുരവസ്ഥ. മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് തുടങ്ങുന്ന വരി ദുരവസ്ഥയിലല്ലേ? ആണ്. വൈഫൈയുടെ പിതാവ് ആരാണ്? വൈഫൈയുടെ പിതാവ് വിക്ക് ഹേസ് എന്ന് വിളിക്കുന്ന ആളാണ് വൈഫൈ പിതാവ്. വയർലെസ് ഫിഡിലിറ്റി എന്നല്ലേ പൂർണ്ണരൂപം? വൈഫൈയുടെ പൂർണ്ണരൂപം വയർലെസ് ഫിഡിലിറ്റി. റേഡിയോ തരംഗങ്ങൾ ഉപയോഗിച്ചാണ് വൈഫൈ ഉപയോഗിക്കുന്നത്. 2.4 മുതൽ 5 GB വരെയാണ് റേഡിയോ തരംഗങ്ങളുടെ ആവൃത്തി വരുന്നത് കേട്ടോ. ഓർത്തു വെക്കുക, വൈഫൈ പ്രവർത്തിക്കുന്നത് റേഡിയോ തരംഗങ്ങൾ ഉപയോഗിച്ചാണ്. ഇനി ഒമിക്രോൺ എന്ന പദം ഗ്രീക്കിലെ എത്രാമത്തെ അക്ഷരത്തിൽ നിന്നാണ്? ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നതാ. ഗ്രീക്കിലെ 15ാമത്തെ അക്ഷരമാണ് ഒമിക്രോൺ എന്ന പദം കേട്ടോ. ഒമിക്രോൺ എന്ന പദം ഗ്രീക്കിലെ എത്രാമത്തെ അക്ഷരമാണ്? 15ാമത്തെ അക്ഷരം. ആദ്യമായിട്ട് ഒമിക്രോൺ കണ്ടെത്തിയത് എവിടെയാണ്? ദക്ഷിണാഫ്രിക്കയിൽ. ഒമിക്രോൺ വകഭേദത്തിന്റെ പേരെന്താ? B.1.1.529. 2022 ജൂലൈയിൽ ഇന്ത്യയിൽ കണ്ടെത്തിയ ഒമിക്രോൺ B.A.2.75 ആണ്. ഇങ്ങനെയൊക്കെയുള്ള എടുത്തു ചോദിക്കും ഒമിക്രോൺ വകഭേദം, അതുകൊണ്ട് അങ്ങനെ എടുത്തു തന്നെ. 2021 ഓഗസ്റ്റിൽ കണ്ടെത്തിയ ഒമിക്രോണിന്റെ പുതിയ വകഭേദം B.A.2.86 ആണ്. ഒമിക്രോണിന്റെ ഏറ്റവും പുതിയ വകഭേദം ക്രാക്കൻ എന്നാണ് വിളിക്കുന്നത് കേട്ടോ. ഏറ്റവും പുതിയ വകഭേദം B.1.5 എന്നാണ്. ഒന്ന് പഠിച്ചു വെച്ചിരിക്കണേ, വകഭേദങ്ങൾ ചോദിക്കാം. അതുകൊണ്ട് കപ്പലുകളുടെയും അന്തർവാഹിനികളുടെയും രൂപകൽപ്പനയുമായി ബന്ധപ്പെട്ട തത്വമാണ് ആർക്കിമിഡീസ് തത്വം. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കപ്പലുകളുടെയും അന്തർവാഹിനികളുടെയും രൂപകൽപ്പനവുമായി ബന്ധപ്പെട്ട തത്വം ഏതാണ്? ആർക്കിമിഡീസ് തത്വം. പാലിന്റെ ശുദ്ധത നിർണ്ണയിക്കുന്നത്, ദ്രാവകങ്ങളുടെ സാന്ദ്രത നിർണ്ണയിക്കുന്ന ഹൈഡ്രോമീറ്റർ ഇല്ലേ, ദ്രാവകങ്ങളുടെ സാന്ദ്രത അളക്കുന്ന ഉപകരണം അല്ലെ ഹൈഡ്രോമീറ്റർ, അതിന്റെ തത്വം ആർക്കിമിഡീസ് ആണ്. പാലിന്റെ ശുദ്ധത നിർണ്ണയിക്കുന്നത് ലാക്ടോമീറ്റർ അല്ലേ, അത് ആർക്കിമിഡീസ് തത്വമാണ്. ഒരു വസ്തു ഭാഗികമായോ പൂർണ്ണമായോ ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കുകയാണെങ്കിൽ അതിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം വസ്തു ആവേശം ചെയ്യുന്ന ദ്രവത്തിന്റെ ഭാരത്തിന് തുല്യമായിരിക്കും. ആവേശം ചെയ്യുന്ന ദ്രവത്തിന്റെ ഭാരത്തിന് തുല്യമായിരിക്കും എന്ന് പറയുന്നതാണ് ഏതെന്ന് പറയുന്നത് ഈ ആർക്കിമിഡീസ് തത്വവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. ഓർത്തു വെച്ചിരിക്കണേ. ഓക്കെ, അപ്പം ആ ആർക്കിമിഡീസ് തത്വം മനസ്സിലായേ? എന്ത് വരുന്നത്? ഒരു വസ്തു ഭാഗികമായോ പൂർണ്ണമായോ ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ അതിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം ആ വസ്തു ആവേശം ചെയ്യുന്ന ദ്രവത്തിന്റെ ഭാരത്തിന് തുല്യമായിരിക്കും. ഇതാണ് ആർക്കിമിഡീസ് തത്വം എന്ന് പറയുന്നത്. കിട്ടുമല്ലോ. അടുത്തത്, കാർഷിക വന ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ ഉറപ്പുവരുത്തുന്ന ചിഹ്നമാണല്ലോ അഗ് മാർക്ക് നമ്മൾ പറയുന്നത്. കാർഷികൾ അതിന്റെ പൂർണ്ണ രൂപം എന്ത് എന്ന് ചോദിക്കാം. അഗ് മാർക്കിന്റെ പൂർണ്ണരൂപം അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് എന്നതാണ്. അഗ് മാർക്കിന്റെ പൂർണ്ണരൂപം എന്താ? അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് എന്നതാണ്. ഇന്ത്യയിലടക്കം 120-ലധികം രാഷ്ട്രങ്ങളിലെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണമേന്മ സാക്ഷ്യപ്പെടുത്തുന്ന മുദ്ര ISO മുദ്രയാണ്. ISO മുദ്രയുടെ പൂർണ്ണരൂപം കണ്ടോ? ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ എന്നതാണ് ISI മുദ്രയുടെ. ഇന്ത്യയിലടക്കം 120 രാഷ്ട്രങ്ങളുടെയാണ്. ഇതിന്റെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലെ ജനീവയാണ്. ISOയുടെ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷന്റെ ആസ്ഥാനം. ISO മുദ്ര പ്രധാനമായിട്ടും ഈ ആശുപത്രി, ബാങ്ക് മുതലായ
സേവന സ്ഥാപനങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്കാണ് ഈ പ്രധാനമായിട്ട് ഈ മുദ്ര കൊടുക്കുന്നത്. നല്ലൊരു ക്വസ്റ്റ്യൻ. ഇലക്ട്രിക്കൽ ഉപകരണങ്ങളുടെ സുരക്ഷ സാക്ഷ്യപ്പെടുത്തുന്നതിന് അന്തർദേശീയ തലത്തിൽ ഉപയോഗിക്കുന്ന ചിഹ്നം CE എന്ന് വിളിക്കുന്നു. ഏതായിരുന്നു CE? പൂർണ്ണരൂപം കൺഫർമൈറ്റ് യൂറോപ്പിനി എന്ന് പറയുന്നതാണ് സിയുടെ ചിഹ്നം. ഉണ്ടോ? സി എന്ന് പറയുന്നത് കൺഫർമൈറ്റ് യൂറോപ്പിനി എന്ന് പറയുന്നതാണ്. ഓർത്ത് വെച്ചിരിക്കണേ. അപ്പം യൂറോപ്യൻ കൺഫർമിറ്റി എന്നാണ് CEU ആണ് ഇതിന്റെ യഥാർത്ഥ നാമം എന്ന് പറയുന്നത്. അപ്പം EUROPENE അതുകൊണ്ട് ആ സ്പെല്ലിംഗ് എന്ന് ഓർത്ത് വെച്ചിരിക്കാം കേട്ടോ. അപ്പം ഇലക്ട്രിക്കൽ ഉപകരണങ്ങളുടെ സുരക്ഷ സാക്ഷ്യപ്പെടുത്തുന്ന ചിഹ്നം ഏതാണ്? CE. മറന്നു പോരുതേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. പഴവർഗ്ഗങ്ങളിൽ നിന്നും പച്ചക്കറികളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ സുരക്ഷിതത്വവും നിലവാരവും സാക്ഷ്യപ്പെടുത്തുന്ന ചിഹ്നം നമ്മൾ FPO എന്നല്ലേ എഴുതി വെക്കുന്നത്. അതിന്റെ പൂർണ്ണരൂപം പഠിച്ചു വെക്കണം കേട്ടോ. ഫുഡ് പ്രോഡക്ട്സ് ഓർഡർ കേട്ടോ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥന്റെ പേരെന്തെന്ന്? ദേശീയ മനുഷ്യാവകാശ സെക്രട്ടറി ജനറൽ എന്നാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ ചെയർമാൻ എന്നൊന്നും എഴുതി വെക്കള് സെക്രട്ടറി ജനറൽ. സംസ്ഥാനത്തിന്റെ ചോദിച്ചാൽ വെറും സെക്രട്ടറി എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. സംസ്ഥാനത്തിന്റെ ചോദിച്ചാൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥന്റെ പേരെന്താണ്? സെക്രട്ടറി ജനറൽ. അതൊക്കെ മനുഷ്യാവകാശ നിയമം പാർലമെന്റ് പാസ്സാക്കിയത് 1993 സെപ്റ്റംബർ 28 നിലവിൽ വന്നത് ഒക്ടോബർ 12 മറന്നുപോരുതേ. മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം എന്ന 1993 ഒക്ടോബർ 12. നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ആരാ? രാഷ്ട്രപതി. കാലാവധി എത്ര വർഷം? 3 വർഷമേ ഉള്ളൂ കണ്ടോ. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. മറന്നുപോരുതേ. കാലാവധി എത്ര വർഷം? 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ചെയർമാൻ ഉൾപ്പെടെ അംഗസംഖ്യ 6 ആണ്. ചെയർമാൻ ഉൾപ്പെടെ അംഗസംഖ്യ എത്രയാണ്? 6. വാർഷിക റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിനാണ് കൊടുക്കേണ്ടത് കേട്ടോ. ചെയർമാൻ ഉൾപ്പെടെ അംഗസംഖ്യ 6 ആണ്. വാർഷിക റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് കൊടുക്കണം. ആസ്ഥാന മന്ദിരം സർദാർ പട്ടേൽ ഭവൻ എന്നാണ് കേട്ടോ. ഏറ്റവും പുതിയത് അങ്ങനെയാണ്. പണ്ട് മാനവ അധികാർ ഭവൻ എന്ന ഫരീദ് കോർട്ട് ഹൗസ്, മാനവ അധികാർ ഭവൻ എന്നൊക്കെ ആയിരുന്നു. ഇപ്പൊ സർദാർ പട്ടേൽ ഭവൻ എന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ അറിയപ്പെടുന്നത്. ചെയർമാന്റെ യോഗ്യത എന്ന് ശ്രദ്ധിച്ച്, ഒന്നുകിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി എന്ന് മതി കേട്ടോ. നേരത്തെ ചീഫ് ജസ്റ്റിസ് തന്നെ ആവണമെന്നുണ്ടായിരുന്നു. ഇപ്പൊ എന്ത് മതി? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി എന്ന പദവി വഹിച്ച ആളായിരിക്കണം. മറ്റ് അംഗങ്ങളുടെ യോഗ്യത സുപ്രീം കോടതി ജഡ്ജിയോ മുൻ സുപ്രീം കോടതി ജഡ്ജിയോ അല്ലെങ്കിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ കേട്ടോ. ഒന്നുകിൽ ജഡ്ജി അല്ലെങ്കിൽ മുൻ ജഡ്ജി, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. പിന്നെ മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ച കാര്യങ്ങളിൽ പ്രായോഗിക പരിജ്ഞാനമുള്ള 3 അംഗങ്ങളും പിന്നെ ഉണ്ടായിരിക്കണം കേട്ടോ. പ്രായോഗിക പരിജ്ഞാനം അവർക്ക് ഉണ്ടായിരിക്കണം. ഔപചാരിക അംഗങ്ങൾ 7 പേരുണ്ട് മനുഷ്യാവകാശ കമ്മീഷന്. പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ, ന്യൂനപക്ഷ കമ്മീഷൻ, അങ്ങനെ 7 പേര് അവരെ വരണം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ തെരഞ്ഞെടുക്കുന്ന സമിതിയിൽ ആരൊക്കെ വരണമെന്ന് നോക്കെ. 1 പ്രധാനമന്ത്രി, 2 കേന്ദ്ര ആഭ്യന്തരമന്ത്രി, 3 ലോകസഭാ സ്പീക്കർ, രാജ്യസഭയുടെ ഉപാധ്യക്ഷൻ. രാജ്യസഭാ ചെയർമാൻ വരുമോ? ഇല്ല. രാജ്യസഭാ ചെയർമാൻ ആരാ? ഉപരാഷ്ട്രപതിയാ. അപ്പൊ അദ്ദേഹം വരരുത്. രാജ്യസഭയുടെ ഉപാധ്യക്ഷൻ, പിന്നെ ലോകസഭയുടെ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവ്. അപ്പൊ മനുഷ്യാവകാശ കമ്മീഷനെ തെരഞ്ഞെടുക്കുന്ന സമിതിയിലെ പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി, ലോകസഭാ സ്പീക്കർ, രാജ്യസഭയുടെ ഉപാധ്യക്ഷൻ, ലോകസഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ്. നല്ലൊരു ക്വസ്റ്റ്യനാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എപ്പോഴും ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഭരണഘടനാ സ്ഥാപനമല്ല, സ്റ്റാറ്റ്യൂട്ടറി ബോഡി. ആദ്യ ചെയർമാൻ രംഗനാഥ മിശ്ര. ചെയർമാനാകുന്ന ഏക മലയാളി KG ബാലകൃഷ്ണൻ. കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പിലല്ലേ ഇദ്ദേഹം ജനിച്ചത്? KG ബാലകൃഷ്ണൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗമാകുന്ന ആദ്യ മലയാളി ജസ്റ്റിസ് ഫാത്തിമ ബീബിയാണ്. അപ്പൊ ചെയർമാനാകുന്ന ഏക മലയാളി KG ബാലകൃഷ്ണനും അംഗമാകുന്ന ആദ്യ മലയാളി ആരാടെ? ജസ്റ്റിസ് ഫാത്തിമ ബീബിയാണ്. ആദ്യത്തെ ചെയർമാൻ ആരാ? രംഗനാഥ മിശ്ര. ഇപ്പൊ ആരാടെ? ഇപ്പൊ അരുൺകുമാർ മിശ്രയല്ലേ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ നിലവിലെ ചെയർമാൻ ആരാ? അരുൺകുമാർ മിശ്ര. ഇദ്ദേഹത്തിന്റെ പ്രത്യേകത ഉണ്ടോ? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പദവി വഹിക്കാതെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആകുന്ന ആദ്യത്തെ വ്യക്തിയെ. ജസ്റ്റിസ് അല്ലായിരുന്നു, ജഡ്ജി എന്നുള്ള പദവിയായിരുന്നു. അതുകൊണ്ടാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പദവി വഹിക്കാതെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് ചെയർമാൻ ആവുന്ന ആദ്യ വ്യക്തി ആരാ? ഇപ്പോഴത്തെ അരുൺകുമാർ മിശ്രയാണ് നിലവിലെ ചെയർമാൻ. ഓക്കെ, അതൊന്ന് പഠിച്ചു വെക്കണേ. ഭേദഗതി ചെയ്തു. ഇപ്പൊ നിയമങ്ങൾ 3 വർഷം 70 വയസ്സൊക്കെ ആക്കിയില്ലേ, മറ്റേ യോഗ്യത മാറ്റിയില്ലേ, അങ്ങനെ ഭേദഗതി ചെയ്തത് 2019 ഓഗസ്റ്റ് 2 കൂടിയാണ്. ഇത് ഭേദഗതി ചെയ്തത്. അപ്പോൾ
ഒന്ന് ഓർക്കണേ. മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന എന്നാണ് 1993 ഒക്ടോബർ 12. ആദ്യത്തെ ചെയർമാൻ ആരാ? രംഗനാഥ മിശ്ര. കേരളത്തിൽ 98 ആണ്, ഇന്ത്യയിൽ 93 ആണെങ്കിൽ കേരളത്തിൽ 98. ഇന്ത്യയിൽ രംഗനാഥ മിശ്രയാണെങ്കിൽ കേരളത്തിൽ ആരാ? MM പരീത് പിള്ളയാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ. എന്നാണ് മനുഷ്യാവകാശ ദിനം? ഡിസംബർ 10. നോബൽ പീസ് ദിനവും ഡിസംബർ 10. പർവ്വത ദിനം എന്നാ? പർവ്വത ദിനം ഡിസംബർ 11. മണ്ണു ദിനം എന്നാ? മണ്ണു ദിനം ഡിസംബർ 5. 2015 വർഷം മണ്ണു ദിനം എന്തെന്ന് ചോദിച്ചാൽ ഡിസംബർ 5 ആണ് അല്ലെ. പെഡോളജി മണ്ണിനെ കുറിച്ചുള്ള പഠനം അല്ലേ? പെഡോളജി മണ്ണിനെ കുറിച്ച്. പോമോളജി എന്തിനെ കുറിച്ചുള്ള പഠനം? പോമോളജി പഴങ്ങളെ കുറിച്ചുള്ള പഠനം. പോമോളജി പഴങ്ങളെ കുറിച്ചുള്ള പഠനം. പോട്ടമോളജി നദികളെ കുറിച്ചുള്ള പഠനം. പെഡോളജി മണ്ണിനെ കുറിച്ചുള്ള പഠനം അല്ലെ. പെട്രോളജി പാറയെ കുറിച്ചുള്ള പഠനം. പെട്രോളജി എന്താ? പാറ. എൻഡമോളജി എന്താണ്? എൻഡമോളജി ഷഡ്പദങ്ങളെ കുറിച്ചുള്ള പഠനം. എൻഡമോളജി. ഓർണിത്തോളജി എന്താ? ഓർണിത്തോളജി പക്ഷികളെ കുറിച്ചുള്ള പഠനം. ഓർണിത്തോളജി പക്ഷികളെ കുറിച്ച്. ഹെർപ്പറ്റോളജിയോ? ഉരകങ്ങളെ കുറിച്ചുള്ള പഠനം. ഹെർപ്പറ്റോളജി ഉരകങ്ങൾ. ഹെപ്പറ്റോളജിയാണ് കരള്, ഇറുവരരുത്. ഹെപ്പറ്റോളജി കരള്. നെഫ്രോളജി വൃക്ക. കാർഡിയോളജി ഹൃദയം. ഡെൻഡ്രോളജി വൃക്ഷം. ഡെൻഡ്രോളജി വൃക്ഷം. ഒഡന്റോളജി പല്ല് കേട്ടോ. ഒഡന്റോളജി ഏതാണ്? പല്ല്. ഫ്രിനോളജി എന്തായിരുന്നു? ഫ്രിനോളജി തലച്ചോറ്. ഫ്രിനോളജി എന്താണ്? തലച്ചോറിനെ കുറിച്ചുള്ള. ക്രേനിയോളജിയാണ് തലയോട്. തലയോട്. ഓട്ടോളജി ചെവി. റൈനോളജി മൂക്ക്. ഓഫ്താൽമോളജി പല്ല്. ഓഫ്താൽമോളജി കണ്ണ്. ഒഡന്റോളജി പല്ല്. റൈനോളജി മൂക്ക്. ഓട്ടോളജി ചെവി. ഒന്നും കൂടെ പറയട്ടെ. ഓട്ടോളജി ചെവി, മൂക്ക്, റൈനോളജി, ഓഫ്താൽമോളജി കണ്ണ്, ഒഡന്റോളജി പല്ല്. ഒഡന്റോളജി ഏതാണ്? പല്ല്. ഫ്രിനോളജി തലച്ചോറ്. ക്രാനിയോളജി തലയോട്. ക്രാനിയോളജി. ഹെപ്പറ്റോളജി കരള്. നെഫ്രോളജി വൃക്ക. കാർഡിയോളജി ഹൃദയം അല്ലെ. രക്തത്തെ കുറിച്ചുള്ള പഠനം ഏതാ? ഹീമറ്റോളജി. ഹീമറ്റോളജി രക്തത്തെ കുറിച്ചുള്ള പഠനം. അതുപോലെ പേശികളാകുമ്പോ ഏതാ? മയോളജി. അസ്ഥികളാകുമ്പോ ഏതാ? ഓസ്റ്റിയോളജി. അസ്ഥികൾ ഓസ്റ്റിയോളജി, പേശികൾ മയോളജി. അങ്ങനെ പറഞ്ഞു പോയാൽ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പം നല്ലൊരു കുറച്ച് ഇമ്പോർട്ടന്റ് 10 ചോദ്യം എഴുതിയിട്ടുള്ളൂ. എന്നാലും ഇത്രയും തന്നെ എനിക്ക് ഒന്ന് അരമണിക്കൂർ കൂടുതലായി കാണും. ബുദ്ധിമുട്ടിച്ചതിൽ തന്നെ ക്ഷമിക്ക്. ഞാനിങ്ങനെ പറഞ്ഞു പോയിക്കൊണ്ടിരുന്ന പറഞ്ഞങ്ങ് പോകും. എന്നാലും നിങ്ങൾക്ക് അതൊരു റിവിഷൻ ആവുന്നുണ്ടല്ലോ. ഫ്രീ കിട്ടുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഒക്കെ ഇതുപോലെ റിവിഷൻ കേൾക്കുക. നല്ലൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നല്ലോണം പഠിക്കണേ. ഞങ്ങളൊക്കെ പറഞ്ഞു, ഞങ്ങളൊക്കെ പോയി. അടുത്ത വർഷവും ഞങ്ങൾക്ക് ഇതുപോലെ സ്റ്റുഡൻസ് വരും. പക്ഷെ നിങ്ങൾ ഇനിയും വർഷങ്ങൾ കണ്ട് കാത്തിരിക്കരുത്. വരുന്ന പരീക്ഷ നല്ല രീതിയിൽ ടോപ്പിക്ക് സിലബസ് കറക്റ്റ് റിവിഷനും കൂടെ ആയാൽ പെർഫെക്റ്റ് ആവുന്നു. സ്കൂൾ ടെസ്റ്റ് നോക്കണേ. അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ മോക്ക് ടെസ്റ്റ് ചെയ്ത് തെറ്റി മൈനസ് കുറച്ച് കൊണ്ടുവരണേ. അത് എന്നിട്ട് എക്സ്പ്ലനേഷൻ പഠിക്കണേ. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ എക്സ്പ്ലനേഷൻ നല്ലോണം പഠിച്ചു നോക്കുക കേട്ടോ. പകുതിയോളം മാർക്ക് അതിൽ നിന്ന് തന്നെ കിട്ടും. പിന്നെ സിലബസ് കറക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കിട്ടുമെന്ന് ധൈര്യമായിട്ട് ആത്മവിശ്വാസവും കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് നേടാം. എന്നെ കൊണ്ട് നടക്കില്ല എന്ന വിചാരത്തിൽ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ പകുതി പോലും നഷ്ടപ്പെട്ട് കഴിഞ്ഞു. പോയിട്ട് വാ. എന്തായാലും അടുത്തൊരു റാങ്ക് മേക്കിംഗ് സീരീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.